Hello, I hope all of you are fine at your home. Today we will start your science chapter second, acid, base and salts, including your chemistry books. Okay, and we will start. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കല്ലേ മക്കളെ? അപ്പം ഒരു ഇൻഫർമേഷനുണ്ട്. മന്നയുടെ എഡ്യൂക്കേഷൻ ചാനൽ കൂടാതെ മാമിന് മന്ന റസോയി എന്ന് പറയുന്ന ഒരു കിച്ചൺ ചാനലുണ്ട്. ഇത് കാണുന്നവരൊക്കെ അത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് അല്ലൂസ് അടുക്കള എന്നാണ് കിടക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ അതിലേക്ക് ഒന്ന് പോകണം കേട്ടോ. അപ്പം നമുക്കിന്ന് നമ്മുടെ ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട് എന്നുള്ള ചാപ്റ്ററിലേക്ക് പോകാം. അപ്പം ആസിഡ്, ബേസസ് ആൻഡ് ചാപ്റ്ററിലെ കൺസെപ്റ്റുകൾ, ആസിഡ്, ബേസ് ആൻഡ് സാൾട്ട് ആൻഡ് ദെയർ ഡെഫിനിഷൻ, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷനും കൺസെപ്റ്റ് ഓഫ് പി എച്ച് സ്കെയിൽ ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ എവറിഡേ ലൈഫിലുള്ള പി എച്ച് സ്കെയിലിൻ്റെ കൺസെപ്റ്റുകളാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ എവറിഡേ ലൈഫ് ആണ് പറയുന്നത്. പിന്നെ കെമിക്കൽ, സാൾട്ട്, പ്രിപ്പറേഷൻസ്, പ്രോപ്പർട്ടീസ് ആൻഡ് യൂസ്. അപ്പം പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസുകളും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം മുഖവരെയൊന്നും വേണ്ടല്ലോ, നമുക്ക് ചാപ്റ്ററിലേക്ക് ഓടിപ്പോകാം. അപ്പോൾ വേഗം എല്ലാവരും പഠിക്കണം. ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ദെൻ ആഫ്റ്റർ ഞാൻ ഇതിൻ്റെ പുറവേ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫുൾ എം സി ക്യൂൻ്റെ ചാപ്റ്റർ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞിട്ടേ അത് നിങ്ങൾ ചെയ്യാവുള്ളൂ. ബിക്കോസ് എക്സ്പ്ലനേഷനകത്താണ് കൂടുതലുള്ളത്. അപ്പോൾ എം സി ക്യു നിങ്ങളുടെ ക്യുക്ക് റിവിഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഇടുന്നത്. അത് എം സി ക്യു പാറ്റേണിലായതുകൊണ്ടാണ് എം സി ക്യു പാറ്റേൺ ഞാൻ രണ്ടാമത് ഓരോ ചാപ്റ്ററിന് വേണ്ടിയും ചെയ്തിടാം. എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് പോകാം. അപ്പം ആസിഡ് ആർ സോർ ഇൻ ടേസ്റ്റ്. ആസിഡിന് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ടേസ്റ്റ് സോറാണ്. ദ ടേൺ ബ്ലൂ, ലിറ്റമസ് റെഡ്. അപ്പോൾ എന്താണ് ആസിഡിലേക്ക് ലിറ്റമസ് പേപ്പർ ഇടുവാണെങ്കിൽ, ബ്ലൂ ലിറ്റമസ് പേപ്പർ ഇടുവാണെങ്കിൽ ഇറ്റ്സ് ടേൺ ഇൻ ടു റെഡ്. ആസിഡ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഫർണിഷ് H+ അയൺ ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ആസിഡ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഫർണിഷ് H+ അയൺ ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ വാട്ടർ കേട്ടോ. ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഈസ് ലോ, ഇറ്റ് ഈസ് കാൾഡ് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഈ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇഫ് ആൻ അക്വസ് സൊല്യൂഷനുകളിൽ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഈസ് ലോ, ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ലോ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന അതിൻ്റെ കറക്റ്റ് പവർഫുൾ പൊസിഷനിൽ അത് എത്തില്ല. ലോ കോൺസെൻട്രേഷൻ ആയിരിക്കും ഉള്ളത്. എന്ന് വെച്ചാൽ കട്ടി കുറവായിരിക്കും എന്ന് അർത്ഥം, പൊള്ളൽ കുറവായിരിക്കും എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് കാൾഡ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. ആൻഡ് ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഈസ് ഹൈ, ഇറ്റ് ഈസ് കാൾഡ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അപ്പം ഡൈല്യൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അർത്ഥം, ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ലോ ആണെങ്കിൽ അതിനെ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്നും, ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആണെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും പറയും. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടിട്ടുണ്ടല്ലോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് റിലീസ്ഡ് ഇൻ സ്റ്റൊമക്ക് ടു മേക്ക് മീഡിയം ആസിഡ് ഇൻ നേച്ചർ. അപ്പോൾ എന്താ, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഡൈജഷൻ എന്നുള്ള പ്രൊസീജിയർ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ വി വോണ്ട്സ് ടു പ്രൊഡക്ഷൻ ഓഫ് എ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ അവർ സ്റ്റൊമക്ക്. അതെന്താണ്, അതൊരു ആസിഡ് മീഡിയമാണ്. പ്രകൃതിയാലുള്ള ഒരു ആസിഡിൻ്റെ മീഡിയമാണ് വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇറ്റ് ലീഡ്സ് ടു കോൺഗുലേറ്റഡ് ടു പ്രോട്ടീൻ ആൻഡ് ഹെൽപ്പ് ഇൻ ദെയർ ഡൈജഷൻ. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യും. പ്രോട്ടീൻ്റെ കൊയാഗുലേഷനും ഡൈജഷനെയും ഹെൽപ്പ് ചെയ്യും. HCl കിൽസ് ബാക്ടീരിയ കമ്മിങ് ഇൻ ദ സ്റ്റൊമക്ക് ലോങ് വിത്ത് ദ ഫുഡ്. HCl എന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും, സ്റ്റൊമക്കിലുള്ള അൺവാണ്ടഡ് ബാക്ടീരിയസുകളെ കൊല്ലുകയും ഫുഡിൻ്റെ കൂടെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കഴിവും കൂടി ഹൈഡ്രോക്ലോറിക് ആസിഡിന് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് പറയുകയാണെങ്കിൽ വെൻ എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ്
ബ്രോട്ട് നിയർ ദ ഹൈഡ്രജൻ ഗ്യാസ്. ഒരു ഹൈഡ്രജൻ ഗ്യാസസിൻ്റെ അടുത്തേക്ക് ഒരു ബേണിംഗ് ആയിട്ടുള്ള മാച്ച് സ്റ്റിക്ക് കൊണ്ടുവരുവാണെങ്കിൽ എന്താ, ഇറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ഒരു സൗണ്ടോടുകൂടി അത് ആളിക്കത്തും. വെൻ CO2 ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ദ ലൈം വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഗ്യാസ് ലൈം വാട്ടറിലൂടെ കടന്നു പോവുകയാണ്. ഇറ്റ് ടേൺസ് മിൽക്കി. അതെന്താവും, മിൽക്കി കളർ, വെള്ള കളറായിട്ട് മാറും. ഈ CO2 ഈസ് പാസസ് ഇൻ എക്സസ് മിൽക്കിനെസ് ഡിസപ്പിയർ. അപ്പോൾ എന്താണ്, എക്സസ് പാസ് ആണെങ്കിൽ, എക്സസ് ആയിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കളറ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമ്മുടെ പ്രൂവൺ ആണ്. നമ്മുടെ എന്താണ്, ചൂണ അടിക്കുന്നതിലെ വൈറ്റ് വാഷ് ചെയ്യുന്ന അത് നമ്മുടെ അതിനകത്തൂടെ CO2 കടന്നു പോകുമ്പോൾ ആ വെള്ളം ഒഴിക്കുമ്പം എന്തായി മാറും, ഇറ്റ് ടേൺസ് ഇൻ ടു മിൽക്കി ആയിട്ട് മാറാറുണ്ട്. ദർ ആർ മെനി നാച്ചുറൽ സബ്സ്റ്റൻസ് ലൈക്ക് റെഡ് ഓണിയൻ പീൽ, റെഡ് ക്യാബേജ് ലീവ്സ്, ബീറ്റ്റൂട്ട് എക്സ്ട്രാക്റ്റ്, കളേർഡ് പെറ്റൽസ് ഓഫ് സം ഫ്ലവേഴ്സ് which are called indicators because they indicate the presence of acid or base by showing the change in color. അപ്പോൾ എന്താണ്, ഏതെങ്കിലും ആസിഡിൻ്റെയോ ബേസിൻ്റെയോ ഹെൽപ്പിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഇൻഡിക്കേറ്ററാണ്. വിച്ച് ആർ കാൾഡ് ഇൻഡിക്കേറ്റർ. അപ്പം ദ നാച്ചുറൽ മെറ്റീരിയൽ ലൈക്ക് റെഡ് ഓണിയൻ പീല്, ക്യാബേജ് ലീവ്സ്, ബീറ്റ്റൂട്ട് എക്സ്ട്രാക്റ്റ്, കളേർഡ് പീൽസ് ഓഫ് സൺഫ്ലവേഴ്സ്, ഇതൊക്കെ എന്താണ്, ഇൻഡിക്കേറ്റേഴ്സാണ്. എന്ന് വെച്ചാൽ ഏതിൻ്റെയെങ്കിലും പ്രവർത്തനം മൂലം അതിൻ്റെ കളറുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതിനെയാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആസിഡ് റിയാക്ട് വിത്ത് സർട്ടൻ മെറ്റൽ ഓക്സൈഡ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ചില ആസിഡുകൾ എവിടെയായിട്ട്, മെറ്റൽ ഓക്സൈഡുമായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ, റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ഫോം ആവും, സാൾട്ടും വാട്ടറും ഫോം ആവും. അപ്പോൾ എന്താ, ആസിഡ് റിയാക്ട് വിത്ത് സർട്ടൻ മെറ്റൽ ഓക്സൈഡ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ കാർബണേറ്റ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ് ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ എന്താണ്, ആസിഡ് മെറ്റൽ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സാൾട്ടും വാട്ടറും ഉണ്ടാവും. ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ കാർബണേറ്റുമായിട്ട് ചെല്ലുമ്പം എന്തൊക്കെയാണ്, ഹൈഡ്രജൻ കാർബണേറ്റ് പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസ്. അപ്പോൾ മനസ്സിലായോ? ഇനി സ്ട്രോങ് ബേസസ് റിയാക്ട് വിത്ത് ആക്റ്റീവ് മെറ്റൽ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസസ്. ഇനി മൂന്നാമത് എന്താ, സ്ട്രോങ് ബേസുകൾ ആക്റ്റീവ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, ഹൈഡ്രജൻ ഗ്യാസസ് ഉണ്ടാകും. ബേസസ് റിയാക്ട് വിത്ത് നോൺ മെറ്റാലിക് ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് സാൾട്ട് ആൻഡ് വാട്ടർ. പിന്നെ സാൾട്ട് ആൻഡ് വാട്ടർ എങ്ങനെ ഉണ്ടാകും, ബേസസ് റിയാക്ട് വിത്ത് നോൺ മെറ്റാലിക് ഓക്സൈഡ്. നോൺ മെറ്റാലിക് ഓക്സൈഡുമായിട്ട് ബേസുകൾ റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും, സാൾട്ടും വാട്ടറും ഉണ്ടാകും. ബോത്ത് ആസിഡ് ആൻഡ് ബേസ് കോണ്ടാക്ട് ഫ്രീ ഇലക്ട്രിക് കറണ്ട് ഇൻ ദെയർ aqueous solution due to the presence of free ion. അപ്പോൾ ഇതെങ്ങനെയാണ്, ബോത്ത് ആസിഡ് ആൻഡ് ബേസ് കോണ്ടാക്ട് ഫ്രീ ഇലക്ട്രിക് കറണ്ട് ഇൻ ദെയർ aqueous solution. aqueous സൊല്യൂഷനിലൂടെ ഫ്രീ ഇലക്ട്രിക് കറണ്ടുകളെ പാസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ബോത്ത് ആസിഡും ബേസും എന്ത് ചെയ്യും, ഫ്രീ അയോൺസുകളെ പ്രസൻസിൽ ഇങ്ങനെ ഈ പ്രവർത്തനങ്ങൾ നടക്കും. സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് ആൻഡ് ബേസ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് H+ അയോൺ ഓർ OH- അയോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദം റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എന്താണ്, സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് ഓർ ബേസ് ഡിപ്പെൻഡ്, ആസിഡിൻ്റെയും ബേസിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, നമ്പർ ഓഫ് H+ അയൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് OH- അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റെസ്പെക്റ്റിലി ആയിരിക്കും അതിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മോർ ദ H+ അയോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ആസിഡ് സ്ട്രോങ്ങർ ഈസ് ദ ആസിഡ്. മോർ OH- അയോൺ പ്രൊഡ്യൂസ്ഡ് ബൈ എ ബേസ് സ്ട്രോങ്ങർ ഇറ്റ് ദ ബേസ്. അപ്പം H+ അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ്, സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കാം. അല്ലെങ്കിൽ OH- അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേസുകൾ സ്ട്രോങ്ങർ ബേസുകളും
ആയിരിക്കാം. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻഡിക്കേറ്റർ. ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റി നമുക്ക് പഠിക്കാം. എന്താ ഈ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ? ഇൻഡിക്കേറ്റർ ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ചേഞ്ച് ദെയർ കളർ സ്മെൽ ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ എന്താ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ചേഞ്ച് ദെയർ കളർ സ്മെൽ ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ്. അതാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ പഠിക്കാം. അപ്പോൾ ഒരു 2-3 നാച്ചുറൽ ഇൻഡിക്കേറ്റർ പറഞ്ഞുതരാം. നാച്ചുറൽ ഇൻഡിക്കേറ്ററിൽ വരുന്നതാണ് എന്ത്? ലിറ്റമസ് പേപ്പർ, റെഡ് കാബേജ് ലീഫ് എക്സ്ട്രാക്റ്റ്, ഫ്ലവർ ഓഫ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്. ഹൈഡ്രാഞ്ചിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ, ആ കുടം പോലെ നിറയെ പൂക്കൾ വന്ന് നിൽക്കുന്നത് അത്. അപ്പോൾ ഇതെന്താണ്? സ്മെല്ലും കളറ് ഇൻ ആസിഡ് സൊല്യൂഷനിലാണെങ്കിൽ ലിറ്റമസ് പേപ്പർ, റെഡ് കാബേജ് ലീഫ് എക്സ്ട്രാക്റ്റും ചേഞ്ച് ഇൻ ടു റെഡ് കളർ, ഫ്ലവർ ഓഫ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ബ്ലൂ കളറുമായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ സ്മെൽ കളർ ഇൻ ബേസിക് സൊല്യൂഷനിലാണെങ്കിൽ ലിറ്റമസ് പേപ്പർ ബ്ലൂ കളറായിരിക്കും, റെഡ് കാബേജ് ലീഫ് ഗ്രീൻ കളറായിരിക്കും, ഫ്ലവർ ഓഫ് ഹൈഡ്രാഞ്ചിയ പിങ്ക് കളറും ആയിരിക്കും. ഞാനിത് ഈ ബുക്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം ഒരു ഇൻഡിക്കേറ്റർ, ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററായ 3 സാധനങ്ങളെ ഞാൻ പറഞ്ഞു. ലിറ്റമസ് പേപ്പർ, റെഡ് കാബേജ് ലീഫ്, ഫ്ലവർ ഓഫ് ഹൈഡ്രാഞ്ചിയ. ഇപ്പം അതിനകത്ത് ആസിഡ് സൊല്യൂഷനിലാണെങ്കിൽ ലിറ്റമസ് റെഡ് ആവും, ബേസിലാണെങ്കിൽ ലിറ്റമസ് ബ്ലൂ ആവും. റെഡ് കാബേജ് ആസിഡിലാണെങ്കിൽ റെഡ് ആവും, ബേസ് ആണെങ്കിൽ ഗ്രീൻ ആവും. ഫ്ലവർ ഓഫ് ഹൈഡ്രാഞ്ചിയ ബ്ലൂ ആവും ആസിഡിക്കിൽ, ബേസിക്കിൽ എന്താവും? പിങ്ക് ആവും. ഇനിയും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ടർമറിക്കിന് എന്താ? ആസിഡിൽ നോ ചേഞ്ച് ആണ്, പക്ഷേ അതിനകത്ത് ബേസ് ഉണ്ടെങ്കിൽ റെഡ് ആവും. അപ്പോൾ കണ്ടില്ലേ, ഒരു മഞ്ഞൾ പറ്റിയ ഉടുപ്പൊക്കെ നമ്മൾ സോപ്പ് വെച്ച്, ഒരു കാർ സോപ്പ് വെച്ച് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേൺസ് ഇൻ ടു റെഡ് ആവും. മനസ്സിലായോ? ഇനി സിന്തറ്റിക് ഇൻഡിക്കേറ്റർ 2-3 ഞാൻ പറഞ്ഞുതരാം. സിന്തറ്റിക് ഇൻഡിക്കേറ്ററിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾ മിഥൈൽ ഓറഞ്ച് ആണ്. മിഥൈൽ ഓറഞ്ച് റെഡ് ആവും ആസിഡിൽ, പിന്നെ ബേസിക്കിൽ അത് യെല്ലോ ആയിട്ട്, ബേസിക് സൊല്യൂഷനകത്ത് അത് യെല്ലോ ആയിട്ട് മാറും. പിന്നെ ഫിനോൾഫെത്തലോയിനകത്ത് എന്താണ്? ആസിഡിനകത്ത് അത് കളർലെസ് ആണ്, ഒരു കളറും ഉണ്ടാവത്തില്ല. പക്ഷേ അത് ബേസിൽ വരുമ്പോൾ അത് പിങ്ക് കളറായിട്ട് ചേഞ്ച് ചെയ്യും. ഇനി നമ്മൾ പഠിക്കാം ഓൾഫാക്ടറി ഇൻഡിക്കേറ്ററിനകത്ത് എന്ന് വെച്ചാൽ സ്മെല്ലുള്ളത് ഓണിയൻ, വാനില എസൻസ്, ക്ലോവ് ഓയിൽ. ഇത് 3 എന്താവും? അത് ഓൾഫാക്ടറി ഇൻഡിക്കേറ്ററാണ്. ഓണിയനും വാനില എസൻസും ക്ലോവും. അപ്പം ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഓണിയൻ ആസിഡിനകത്ത് ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല് ഉണ്ടാക്കും. അപ്പം ബേസിൽ പോയാൽ ഒരൊറ്റ സ്മെല്ലും ഉണ്ടാകത്തില്ല, നോ സ്മെല്ലാണ്. വാനില എസൻസ് റീറ്റെയിൻസ് സ്മെല്ലാവും, ആ സ്മെല്ലിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെന്താണ്? ബേസിൽ ഒരു സ്മെല്ലും ഉണ്ടാവത്തില്ല. ക്ലോവ് ഓയിൽ റീറ്റെയിൻ സ്മെല്ലാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അതിൻ്റെ ലോസസ് സ്മെല്ല്, അതിൻ്റെ സ്മെല്ല് ലോസായി പോകും. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ആസിഡിലും ബേസിലും എങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അപ്പം ഒരു ആസിഡും ബേസും റിയാക്ഷൻ ഓഫ് മെറ്റലിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അപ്പം ഏതാ ഫസ്റ്റ്? റിയാക്ഷൻ ഓഫ് മെറ്റൽ. ഫസ്റ്റ് റിയാക്ഷൻ ഓഫ് മെറ്റൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ആസിഡ് പ്ലസ് മെറ്റൽ എന്തായിട്ട് മാറും? ആസിഡിനകത്ത് ആസിഡ് മെറ്റലുമായിട്ട് ചേർന്നാൽ സാൾട്ടും ഹൈഡ്രജൻ ഓക്സൈഡും ആയി ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറും. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. സിങ്ക് ക്ലോറൈഡ് ഉണ്ടാകുന്ന 2HCl + Zn എന്തായിട്ട് മാറും? ZnCl2 + H2 ആയിട്ട് മാറും, സിങ്ക് ക്ലോറൈഡായിട്ട് മാറും. അപ്പോൾ അത് ബേസിലാവുമ്പം ബേസ് പ്ലസ് മെറ്റൽ എന്താവും? സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സോഡിയം സിങ്കേറ്റാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സോഡിയം 2NaOH + Zn വരുമ്പം Na2ZnO2 H2 സോഡിയം സിങ്കേറ്റായിട്ട് അത് മാറും. അപ്പം നമുക്കൊരു ടെസ്റ്റ് ഫോർ H2 ഗ്യാസ്, ഒരു H2 ഗ്യാസിനെ എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം? നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ്ഡ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ ബ്രിങ്ങിങ് എ
ബേണിംഗ് ക്യാൻഡിൽ നിയർ ഗ്യാസ് ബബിൾസ് ഇറ്റ് ബ്രസ്റ്റ് വിത്ത് പോപ്പ് സൗണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ ടെസ്റ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് റിലീസ്ഡ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ ബ്രിങ്ങിങ് എ ബേണിംഗ് ക്യാൻഡിൽ നിയർ ഗ്യാസ് ബബിൾ. ഗ്യാസ് ബബിളിൻ്റെ നിയറിൽ ഒരു ബേണിംഗ് ഒരു ക്യാൻഡിൽ കൊണ്ടുവച്ചാൽ അതെന്ത് ചെയ്യും? ബബിള് ബ്രസ്റ്റ് സൗണ്ടോട്, പോപ്പ് സൗണ്ടോടുകൂടി ബ്രസ്റ്റായി പോകും. അപ്പോൾ നമുക്കതിനകത്ത് നിന്ന് മനസ്സിലാക്കാം H2 ഗ്യാസ് അവിടെ പ്രസൻ്റ് ആണെന്ന്. അപ്പോൾ ഇനി നമുക്ക് പറയാൻ പോകുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് വിത്ത് ആസിഡാണ്. അപ്പോൾ മെറ്റൽ കാർബണേറ്റ് ആസിഡുമായിട്ട് ചെല്ലുമ്പോൾ എന്താ? ആസിഡ് പ്ലസ് മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ചെയ്യുമ്പോൾ എന്താ? ഞാനൊരു ഉദാഹരണം പറയാം. സാൾട്ട് പ്ലസ് CO2 പ്ലസ് H2O അതാണ്. അപ്പോൾ എന്ത് വരും? അല്ലെങ്കിൽ ബേസ് പ്ലസ് മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? നോ റിയാക്ഷൻ. ബേസിനകത്ത് ഇത് നോ റിയാക്ഷനാണ്. ആസിഡിനകത്ത് ആസിഡും മെറ്റൽ കാർബണേറ്റും ചെല്ലുമ്പം റിയാക്ഷൻ ഉണ്ടാവും. എന്താണ്? സാൾട്ടും വാട്ടറും, സാൾട്ട് പ്ലസ് CO2 പ്ലസ് H2O, ഇത് സാൾട്ടും വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. അടുത്തത് ടെസ്റ്റ് ഫോർ CO2 എങ്ങനെ വരാം? CO2 ക്യാൻ ബി ടെസ്റ്റഡ് ബൈ പാസിങ് ഇറ്റ് ത്രൂ ലൈം വാട്ടർ. ലൈം വാട്ടർ വഴി നമുക്ക് അതിനെ പാസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് വരും? CaOH2 പ്ലസ് CO2 എന്തായി മാറും? CaO3 പ്ലസ് H2O ആയിട്ട് മാറാം. ഇനിയും റിയാക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിത്ത് ഈച്ച് അതർ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വരും. അപ്പോൾ എന്ത് വരും? ഇനിയിപ്പോൾ എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാം? റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് ബേസ് ഈസ് കാൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന്. എക്സാമ്പിൾ HCl പ്ലസ് NaOH എന്തായിട്ട് മാറും? NaCl പ്ലസ് H2O ആയിട്ട് മാറും. അപ്പം സ്ട്രോങ് ആസിഡ് പ്ലസ് വീക്ക് ആസിഡ് എന്താവും? അസഡിക് സാൾട്ടും വാട്ടറും ആയിട്ട് മാറും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. സ്ട്രോങ് ആസിഡ് ഒരു വീക്ക് ആസിഡുമായിട്ട് മേർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് ചേരുമ്പം അസഡിക് സാൾട്ടും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ് ഒരു സ്ട്രോങ് ആസിഡുമായിട്ട് ചേരുമ്പോൾ എന്ത് ചെയ്യും? ബേസിക് സാൾട്ടും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. പിന്നെ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടെ ചേരുമ്പം ഒരു ന്യൂട്രൽ സാൾട്ട് പ്ലസ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വീക്ക് ആസിഡും വീക്ക് ബേസും കൂടെ ചേരുമ്പം ന്യൂട്രൽ സാൾട്ട് നമുക്ക് കിട്ടും, പ്ലസ് H2O കിട്ടും. അപ്പോൾ മനസ്സിലായോ? അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരാറുണ്ട്. ഇനി എന്താണ് പറയുന്നത്? pH ഓഫ് സ്റ്റൊമക്ക്. അപ്പോൾ നമുക്ക് pH വാല്യൂയിലേക്ക് പോകാം, ഇമ്പോർട്ടൻസ് ഓഫ് എവരിഡേ ലൈഫിലേക്കും പോകാം. അപ്പം pH ഓഫ് സ്റ്റൊമക്ക് എത്ര? നമ്മുടെ 1.5 മുതൽ 3.0 വരെയാണ്. അപ്പോൾ pH വാല്യൂ ഓഫ് അവർ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞേക്കുന്നത് 1.5 ടു എന്താണ് 3.0 വരെയാണ്. ഈ 3.0 എന്ന് ഇട്ടേക്കുന്നത് 3 എന്ന് ചോദിക്കാം, 3.0 എന്ന് ചോദിക്കാം. 3.0 എന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഡ്യൂ ടു ദ സെക്രീഷൻ ഓഫ് എ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇൻ കേസ് ഓഫ് ഇൻഡൈജഷൻ അസിഡിറ്റി ഇൻക്രീസസ് വിച്ച് ക്യാൻ ബി ന്യൂട്രലൈസ്ഡ് ബൈ ആൻറ്റാസിഡ് ലൈക്ക് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. അപ്പോൾ എന്താ? നമ്മൾ ആസിഡിറ്റി ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താണ് കഴിക്കുന്നത്? ആസിഡിറ്റിക്കുള്ള മരുന്ന് കഴിക്കുമ്പോൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ കഴിക്കുമ്പോൾ എന്ത് വരും? നമ്മുടെ അസിഡിറ്റി ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ കൂടുമ്പോഴാണ് നമുക്ക് അസിഡിറ്റി ഉണ്ടാകുന്നത്. പിന്നെ അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ് ആൻഡ് സ്വീറ്റ്സ് ആർ ഹാംഫുൾ ടു ടൂത്ത്. ദേ പ്രൊഡ്യൂസ്ഡ് ആസിഡ് ഇൻ മൗത്ത് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ടൂത്ത് ഡീക്ക്. ഇനി നമ്മൾ കഴിക്കുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ഫുഡായ ചോക്ലേറ്റ്, സ്വീറ്റ്സുകളൊക്കെ നമുക്ക് എന്തുണ്ടാക്കും? ടൂത്തിന് ഹാംഫുൾ ഉണ്ടാക്കും. അത് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ടൂത്തിന് ഡീക്കേ ഉണ്ടാകുന്നത്. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് സാൾട്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ സ്ട്രോങ് ബേസ് ആർ എ നാച്ചുറൽ വിച്ച് pH വാല്യൂ ഓഫ് 7. അപ്പം സാൾട്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് നാച്ചുറൽ വിത്ത്. അപ്പം നാച്ചുറലിലുള്ള സ്ട്രോങ് ആസിഡും ബേസുമായ സാൾട്ടിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. സാൾട്ട് ഹാവ് എ വേരിയസ് യൂസ് ഇൻ എവരിഡേ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഇൻഡസ്ട്രീസ്. അപ്പോൾ സാൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡെയിലി യൂസിന് ഭയങ്കരമായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ കിടപ്പുണ്ട് pH റേഞ്ചസ്. പിന്നെ
A salt is soluble if the dissolve in water to give a solution with a concentration of at least 0.1 mole per liter at a room temperature. അപ്പോൾ എന്താണ്, a salt is soluble if it is dissolved in water to give a solution with a concentration of at least 0.1 mole per liter at a room temperature. അതൊരു പിന്നെ MCQ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി നമുക്ക് pH സ്കെയിൽ നമുക്ക് പഠിക്കാം. എ സ്കെയിൽ ഓഫ് മെഷറിംഗ് എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷൻ ഇൻ എ സൊല്യൂഷൻ. pH സ്കെയിൽ എന്ന് വെച്ചാൽ എന്താ, എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷൻ ഒരു സൊല്യൂഷനിൽ എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നതാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ P ഇൻ pH സ്കെയിൽ ഫോർ എന്താ, പൊട്ടൻസ്, എ ജർമ്മൻ വേർഡ് വിച്ച് മീൻസ് പവർ. അപ്പോൾ പൊട്ടൻസ് എന്ന് പറയുന്ന ഒരു പവർ എന്ന് പറയുന്ന ജർമ്മൻ വേർഡ് വെച്ചാണ് എന്ത് pH എന്നുള്ള വാക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ pH 7 എന്താണ്, ന്യൂട്രൽ സൊല്യൂഷനിലാണ്. 7 pH വാല്യൂയുടെ ഒരു ന്യൂട്രൽ സൊല്യൂഷനാണ്. pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അതിനകത്ത് അസിഡിക് സൊല്യൂഷനാണ്. pH വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ അത് ബേസിക് സൊല്യൂഷനാണ്. ഓൺ ഡൈലൂട്ടിങ് ആൻ ആസിഡ് pH ഇൻക്രീസ്, ഓൺ ഡൈലൂട്ടിങ് എ ബേസ് pH ഡിക്രീസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമുക്ക് ചില കോസ്മെറ്റിക് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം അതിനകത്ത് pH വാല്യൂ കിടപ്പുണ്ട്. ബോഡിയുടെ സ്കിന്നിൻ്റെ pH വാല്യൂവിനേക്കാളും കൂടുതലാണ് ഉള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് അസിഡിക് കണ്ടൻറ് ഉണ്ടാവും. നമുക്ക് പൊള്ളലൊക്കെ ഏൽക്കുന്നതിൻ്റെ റീസൺ pH വാല്യൂവിൻ്റെ വേരിയേഷൻ കൊണ്ടാണ്. കോസ്മെറ്റിക് വഴി നമുക്ക് സ്കിൻ ഡാമേജ് ആവുന്നതിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവരിഡേ ലൈഫ്. എവരിഡേ ലൈഫിൽ pH വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. അപ്പം പ്ലാന്റ്സ് ആൻഡ് അനിമൽ ആർ എ pH സെൻസിറ്റീവ്. പ്ലാന്റ്സും ആനിമൽസായ നമ്മളൊക്കെ pH സെൻസിറ്റീവ് ഉള്ളവരാണ്. അപ്പം അവർ ബോഡി വർക്ക് വിത്തിൻ ദ pH റേഞ്ച് 7 to 7.8 ആണ്. 7.8 എന്ന് പറയുന്നത് മാക്സിമം ആണ്. 7 to 7.5 വരെയൊക്കെ എഴുതിയിട്ടുള്ള കോസ്മെറ്റിക്കുകളെ യൂസ് ചെയ്യാവുള്ളൂ. വെൻ pH ഓഫ് റെയിൻ വാട്ടർ ഈസ് ലെസ് ദാൻ 5.6 ഇറ്റ് ഈസ് കാൾഡ് എ ആസിഡ് റെയിൻ. അപ്പം pH വാല്യൂ 5.6 താഴെയാണ് ഒരു റെയിൻ വാട്ടറിലുള്ളെങ്കിൽ അതിനെ നമ്മൾ ആസിഡ് മഴ എന്ന് പറയും. പ്ലാന്റ് റിക്വയർ എ സ്പെസിഫിക് pH റേഞ്ച് ഫോർ ദെയർ ഹെൽത്തി ഗ്രോത്ത്. അപ്പം പ്ലാന്റിന് ഗ്രോത്ത് ചെയ്യാനും എന്ത് വേണം, pH റേഞ്ച് സ്പെസിഫിക് കറക്റ്റായിട്ടുള്ള pH റേഞ്ച് വേണം. എങ്കിലേ അതിനെന്തുള്ള കറക്റ്റായിട്ട് അതിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക് കൂടെ ഉണ്ട്, സാൾട്ട് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ്. അപ്പം നമുക്ക് സാൾട്ട് എന്ന് വെച്ചാൽ സാൾട്ട് ആർ ഫോംഡ് വെൻ ആൻ ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ. ആസിഡും ബേസ് ഈച്ച് അതർ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സാൾട്ട് ഫോം ആവും. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സാൾട്ടുകൾ പറയാം. ആദ്യത്തെ സാൾട്ടാണ് കോമൺ സാൾട്ട്, നമ്മുടെ NaCl. അപ്പോൾ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, NaOH പ്ലസ് HCl ഈസ് ഈക്വൽ ടു NaCl പ്ലസ് H2O. അപ്പോൾ അത് മനസ്സിലായല്ലോ. പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ 2NaCl അക്വയാണ്, H2O ലിക്വിഡാണ്, 2NaOH അക്വയാണ്, Cl2 ഗ്യാസാണ്, H2 ഗ്യാസാണ്. അപ്പോൾ കേൾക്കുന്നത് മനസ്സിലാക്കി നിങ്ങളൊരു പേപ്പറിൽ എഴുതി പഠിക്കണം. പിന്നെ യൂസ് ഓഫ് കോമൺ സാൾട്ട് എന്ന് വെച്ചാൽ ഡെയിലി ഫുഡിനകത്ത്, പ്രിസർവേറ്റീവിനകത്ത്. യൂസ്ഡ് ഇറ്റ് ഡെയിലി ഫുഡ്, യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്, യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് മെറ്റൽ ഏതാ, സോഡിയം Na ആൻഡ് ഗ്യാസ് Cl2 ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ബൈ ഇലക്ട്രോലൈസിസ്. ഇലക്ട്രോലൈസിസ് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള മെറ്റലായ എണ്ണയും ഗ്യാസ് സ്റ്റേറ്റിലുള്ള Cl2ഉം എന്ത് ചെയ്യും, മെറ്റൽ മാനുഫാക്ചർ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യും, സാൾട്ട് യൂസ് ചെയ്യും. ഇനി രണ്ടാമത്തെ സാൾട്ടാണ് ബ്ലീച്ചിങ് പൗഡർ, CaOCl2, കാൽസ്യം ഹൈഡ്രോക്ലോറൈറ്റ്. മനസ്സിലായോ? അപ്പം കാൽസ്യം ഹൈഡ്രോക്ലോറൈറ്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ ഡ്രൈ സ്ലേക്കഡ് ലൈം. ഡ്രൈ സ്ലേക്കഡ് ലൈമിലാണ് ഇത് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ Cl2 പ്ലസ് CaOH2 ഗീസ് എന്താ, CaOCl2 പ്ലസ് H2. അപ്പോൾ അതിൻ്റെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ സ്ട്രോങ് സ്മെൽ ഓഫ് ക്ലോറിൻ. അപ്പം സെക്കൻഡ് പ്രോപ്പർട്ടി സോലുബിൾ ഇൻ വാട്ടർ. തേർഡ് പ്രോപ്പർട്ടി ഇറ്റ് ലോസസ് എ ക്ലോറിൻ ബൈ ദ ആക്ഷൻ ഓഫ് എ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം മനസ്സിലായോ, സ്ട്രോങ് സ്മെല്ലുണ്ട്, വെള്ളത്തിൽ സോലുബിളാണ്. അപ്പം ക്ലോറിൻ ഇറ്റ് ലോസ് ക്ലോറിൻ ബൈ ദ ആക്ഷൻ ഓഫ് എ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആക്ഷനിൽ ക്ലോറിൻ ലോസ് ആവും.
ഇനി മൂന്നാമത്തത് ബേക്കിംഗ് സോഡയാണ് NaHCO3. NaHCO3 ആണ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. ഏതാണ് ബേക്കിംഗ് സോഡ? സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് NaCl + H2O + CO2 + NH3. അപ്പം ഗീസാസ് NH4Cl + NaHCO3 ബേക്കിംഗ് സോഡ. ഓക്കെ, ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈൽഡ് നോൺ കൊറോസീവ് ബേസ് ആണ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ഡ്യൂറിങ് കുക്കിങ്ങിൻ്റെ സമയത്ത് ഇത് എന്ത് ചെയ്യും? മൈൽഡ് ആയിട്ടുള്ള നോൺ കൊറോസീവ് ബേസ് ആണ് ഇത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബേക്കിംഗ് സോഡ യൂസ് എന്താ? ഫോർ മേക്കിംഗ് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാൻ അതിൻ്റെ മിക്സർ ഓഫ് ബേക്കിംഗ് സോഡ ആൻഡ് ടാർട്ടാറിക് ആസിഡ്. അപ്പം ഈ ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് മിക്സഡ് ഓഫ് ബേക്കിംഗ് സോഡയുടെയും ടാർട്ടാറിക് ആസിഡിൻ്റെ മിക്സാണ് ബേക്കിംഗ് പൗഡർ. വെൻ ബേക്കിംഗ് പൗഡർ ഈസ് ഹീറ്റഡ് ഓർ മിക്സഡ് വിത്ത് വാട്ടർ, CO2 ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് കേസ് എന്താ? ബ്രെഡ് ആൻഡ് കേക്ക് ടു റൈസ് മേക്കിംഗ് ദം സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി. അപ്പം സോഫ്റ്റും സ്പോഞ്ചി ആയിട്ട് കേക്ക് വരാൻ നമ്മളെ ബേക്കിംഗ് സോഡ സഹായിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. അപ്പം പിന്നെ ഇൻഗ്രീഡിയൻറ്റ് ഇൻ അൻറ്റാസിഡിൻ്റെ അപ്പോൾ ഇത് അൻറ്റാസിഡിലേക്കും ഇൻഗ്രീഡിയൻ്റ് ആയിട്ടും ഉപയോഗിക്കും. പിന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇൻഗ്രീഡിയൻ്റ് ഇൻ അൻറ്റാസിഡ് യൂസ്ഡ് ഇൻ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്. അപ്പോൾ എവിടേക്കാണ്? സോഡ ആസിഡിനകത്തും ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിനകത്തും ഒക്കെ ആരെ ഉപയോഗിക്കും നമ്മൾ? ബേക്കിംഗ് സോഡ ഉപയോഗിക്കും. ഇനി നമ്മൾ വാഷിംഗ് സോഡയാണ് Na2CO3 10H2O. അപ്പം സോഡിയം കാർബണേറ്റ് ഡീഹൈഡ്രേറ്റ് ആണ് വാഷിംഗ് സോഡ. അപ്പം Na2CO3 10H2 എന്ന് വെച്ചാൽ സോഡിയം കാർബണേറ്റ് ഡീഹൈഡ്രേറ്റ് എന്ന് പറയും. ഈ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? റീക്രിസ്റ്റലൈസേഷൻ ഓഫ് എ സോഡിയം കാർബണേറ്റ് ഗീവ്സ് വാഷിംഗ് സോഡ. അപ്പോൾ എന്താ? റീക്രിസ്റ്റലൈസേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് gives washing soda. It is a basic salt. അപ്പം Na2CO3 + 10H2O gives us Na2CO3 10H2O. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടി എന്താ? വാഷിംഗ് സോഡയുടെ പ്രോപ്പർട്ടി ട്രാൻസ്പെറൻറ്റ് crystalline solid ആണ്. It has 10 molecules of water of crystallization. It dissolve in water and aqueous solution in alkaline. It liberate carbon dioxide when treated with hydrochloric acid and sulfuric acid. അപ്പോൾ ഇനി ഇതാണ് പ്രോപ്പർട്ടീസ്. യൂസ് എന്തൊക്കെയാണ്? ഇൻ ഗ്ലാസ്, സോപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രി. ഇവിടെ എല്ലാം യൂസ് ചെയ്യും. മാനുഫാക്ചർ ഓഫ് ബൊറാക്സ് മാനുഫാക്ചർ ചെയ്യാൻ. അടുത്തത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ക്ലീനിങ് ഏജൻറ്റ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിമൂവിങ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് എ വാട്ടർ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസ്. ഇനിയിപ്പോൾ അഞ്ചാമത്തെ എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അപ്പം സാൾട്ടിൻ്റെ അടുത്ത വകഭേദമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്സ് എന്ന് പറയും. CaSO4 ½ വാട്ടറിൻ്റെ പകുതി മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഓൺ ഹീറ്റിംഗ് ഓഫ് ജിപ്സത്തെ ഹീറ്റ് ചെയ്യുമ്പം അപ്പം CaSO4 2H2O at 373 Kയിൽ ഹീറ്റ് ചെയ്യുമ്പം ഇറ്റ് ലോസസ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ബിക്കം പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് POP. ഇറ്റ് ഈസ് വൈറ്റ് പൗഡർ ആൻഡ് ഓൺ മിക്സിങ് വിത്ത് വാട്ടർ ടു ചേഞ്ച് ടു ജിപ്സം. അപ്പം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കണ്ടില്ലേ, നമ്മൾ ഒടിയുമ്പോഴൊക്കെ കയ്യിലും കാലിലും ഒക്കെ ഇടുന്ന ആ സാധനം. അപ്പോൾ CaSO4 2H2O gives us CaSO4 ½ H2O + 1/2H2O എന്ന് മാറും. ഈ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾ നന്നായിട്ട് ബുക്കിൽ നോക്കി പറയണേ. ഞാൻ പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അധികം മനസ്സിലാവത്തില്ല. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടി CaSO4 ½ H2O + 1/2H2O gives us CaSO4 2H2O ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ യൂസസ് എന്തുവാ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ? ഡോക്ടർ യൂസസ് POP ഫോർ സപ്പോർട്ടിങ് ഫ്രാക്ചേർഡ് ബോൺസ്, ഫോർ മേക്കിംഗ് ടോയ്സ് ആൻഡ് മെറ്റൽ ഫോർ
ഡെക്കറേഷൻ. അപ്പം ഇത് രണ്ടുമാണ് ഫോർ ടോയ് മേക്കിങ്ങിനും മെറ്റൽ ഫോർ ഡെക്കറേഷനൊക്കെ വേണ്ടിയാണ് POP യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞു തന്നു. ഇതെല്ലാം കഴിഞ്ഞു. കോമൺ സാൾട്ടിൻ്റെ എല്ലാം ഞാൻ ഇതിൻ്റെ സ്ക്രീൻ ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയതാണ്. വേഗം ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകെ ആയിട്ട് മക്കളെ ഞാൻ ഇതിൻ്റെ MCQൻ്റെ മുഴുവൻ MCQയും ചേർത്തുള്ള ചാപ്റ്റർ വൈസ് ക്യുക്ക് റിവിഷൻ ടൈം 1 ഇടാം. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിത് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മന്നയുടെ പേരിൽ 2 ചാനലുണ്ട്. ഒരു മന്ന റസോയി ഉണ്ട്, മന്ന എഡ്യൂക്കേഷൻ ചാനലും ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് വീണ്ടും കാണാം. ബൈ.